അഡ്രിയാൻ ലൂണ, കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ ദ ഗ്രേറ്റ് പ്ലെയർ. പിറവിയിലെ ഒരു തിളക്കമുള്ള നക്ഷത്രം ആകർഷകമായ ഒരു കരിയറിന് തുടക്കം കുറിക്കുന്ന കഥ. അതെ, അഡ്രിയാൻ ലൂണ ഒരു പ്രതിഭയുള്ള ഫുട്ബോൾ താരമായാണ് പ്രശസ്തി നേടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം ഉറുഗ്വേയിൽ ഒരു ജൂവിയൻ ഫുട്ബോൾ താരമായി ആരംഭിച്ചു. ചെറുപ്പത്തിൽ തന്നെ തന്റെ കലാവിദ്യകൾ കൊണ്ട് ലൂണ ഫുട്ബോളിൽ കൈപ്പറ്റി വന്നു. ചെറുപ്രായം മുതൽ തന്നെ ഫുട്ബോളിൽ താല്പര്യമുണ്ടായിരുന്ന ലൂണയ്ക്ക് അതിന് വലിയ ഭൂമി കണ്ടെത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയിരുന്നില്ല. ഒപ്പം ദക്ഷിണ അമേരിക്കൻ ഫുട്ബോളിലെ പേരുകേട്ട ഒരു സ്ഥലം കൂടിയായിരുന്നു. ലൂണയുടെ കരിയർ ആരംഭിച്ചത് ദക്ഷിണ അമേരിക്കയിലെ ക്ലബ്ബുകൾ, അതിൽ പ്രധാനമായും ഡാനിബിയോയിൽ നിന്നാണ്. അതിനുശേഷം ലോകം കണ്ടത് ഒരു മികവിന്റെ ഉടമയായിട്ടാണ് അദ്ദേഹത്തിന്റെ തുടക്കം. കേരള ബ്ലാസ്റ്റേഴ്സിൽ ലൂണയുടെ സാന്നിധ്യം ക്ലബിന് വളരെയധികം നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. 2021 ലൂണയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ ചേരാനുള്ള അവസരം ലഭിച്ചു. കൂടാതെ അദ്ദേഹത്തിന്റെ മികച്ച കളിയും നേതൃത്വ ഗുണങ്ങളും ടീം പിന്തുണയ്ക്കാകാൻ ശക്തിയായി പ്രവർത്തിച്ചു. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, വിംഗർ, സെക്കൻഡ് സ്ട്രൈക്കർ തുടങ്ങിയ വിവിധ പൊസിഷനിൽ പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് വാസ്തവത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു സഹായകമായിരുന്നു. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയം ഉടനെ തന്നെ കീഴടക്കി. ISL-ലെ ഏറ്റവും വലിയ ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ലൂണയുടെ വരവ് അദ്ദേഹത്തിന്റെ ഇഷ്ടവ്യവസ്ഥകൾ എല്ലാം മാറ്റിവെച്ചു. അദ്ദേഹം ഒരു കളിക്കാരൻ മാത്രമല്ല, ഒരു കലാകാരൻ കൂടിയായിരുന്നു. അതെ, അഡ്രിയാൻ ലൂണയുടെ കളിശൈലി, അത്യുത്തമമായ സാങ്കേതിക വിദ്യ, കൃത്യമായ പാസുകൾ, വേഗത, അദ്ദേഹത്തിന്റെ ദൃഷ്ടി എന്നിവ കൊണ്ട് ആകർഷകമാണ്. അഡ്രിയാൻ ലൂണയുടെ കളിശൈലി പൂർണ്ണമായും സാങ്കേതിക വിദ്യ, ദീർഘഗതിയിലുള്ള പ്രയോഗങ്ങൾ, സഹകളിക്കാർക്ക് കൊടുക്കുന്ന പാസുകൾ എന്നിവയിലൂടെ പ്രത്യേകമായി തെളിയുന്നു. ഒരു കളിക്കിടയിൽ വേണമെങ്കിൽ ഒരു സുഖപ്രദമായ ഒരു അസിസ്റ്റ് നൽകുക, അല്ലെങ്കിൽ നിർണായകമായ ഒരു ഗോൾ നേടുക. അദ്ദേഹത്തിന്റെ കഴിവുകൾ വ്യക്തമായി ഒന്നിച്ചു വന്നു. അദ്ദേഹത്തിന്റെ വീക്ഷണവും കളിക്കാരെ ചിന്തിപ്പിക്കുന്ന വിധം അവൻ ലോകവ്യാപകമായ ഒരു താരമായി മാറാൻ സഹായിച്ചിട്ടുണ്ട്. നിരവധി ട്രോഫികൾക്കും അവാർഡുകൾക്കും ലൂണയുടെ സംഭാവനകൾ മാറ്റം വന്നിട്ടുണ്ട്. 2021-22 ISL സീസണിൽ അദ്ദേഹത്തിന്റെ അസാധാരണമായ പ്രകടനങ്ങൾ ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിൽ എത്തിച്ചു. ISL കളികളിൽ നിരന്തരം മികച്ച പ്രകടനം നൽകിയ ലൂണയ്ക്ക് 2021 ISL പ്ലെയർ ഓഫ് ദി മാച്ച് 2 തവണ ലഭിച്ചു. 2023 ഒക്ടോബറും നവംബറും മാസങ്ങളിലാണ് ലൂണയ്ക്ക് മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഫാൻസിന്റെ പ്രിയപ്പെട്ടവൻ. 2021-22, 22-21 വർഷങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസ് പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം ലൂണയ്ക്ക് ലഭിച്ചു. ഫുട്ബോൾ കളിയിലും ജീവിതത്തിലുമുള്ള ലൂണയുടെ സമർപ്പണം അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രിയപ്പെട്ട താരമായി മാറ്റിയിരുന്നു. 2022 ലൂണയ്ക്ക് ഏറ്റവും വലിയ ദുഃഖം നേരിടേണ്ടി വന്നു, തന്റെ മകൻ ജൂലിയറ്റയുടെ മരണത്തിൽ. എങ്കിലും ഈ ദുഃഖം മറികടന്ന് അദ്ദേഹം തന്റെ കരിയർ തുടരുകയും തന്റെ വിജയപ്രവൃത്തി തുടരുകയും ചെയ്തു. അതെ, നമുക്ക് സംഭവിക്കുന്ന ദുഃഖങ്ങളാണ് നമ്മളെ സങ്കടത്തിന്റെ അടിയിൽ നിന്ന് ഉയർത്തുന്നത്. അദ്ദേഹത്തിന്റെ കരുത്തും ദുഃഖവും നമുക്ക് മറക്കാൻ സാധിക്കാത്ത അദ്ദേഹത്തിന്റെ കളിയിലെ പിന്തുടർച്ചയും അസാധാരണമായ പ്രേരണയും അദ്ദേഹം കാണിച്ചു. ലൂണയുടെ നേതൃ സാന്നിധ്യം ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു. 2023 മുതൽ ലൂണയുടെ നേതൃത്വ സാന്നിധ്യം ടീം കേരള ബ്ലാസ്റ്റേഴ്സിന് സുഗമമായ മികവിലേക്ക് ഒരു വലിയ ചുവടുവെക്കുന്ന ഘട്ടമായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൽ ലൂണയുടെ ക്യാപ്റ്റൻ പദം ടീം എല്ലാവരുടെയും ആത്മവിശ്വാസം ഉയർത്തി. കളിയിലും ശീലങ്ങളിലും അതിക്രമങ്ങളിലും അദ്ദേഹത്തിന്റെ നേതൃത്വം ടീമിന്റെ വിജയത്തെ ഉറപ്പാക്കുന്ന ഒരു വലിയ ചിന്തനക്കാരനായി മാറിയിട്ടുണ്ട്. അഡ്രിയാൻ ലൂണയുടെ ഇഴച്ചടങ്ങുകൾ മലയാളി ഫുട്ബോൾ ആരാധകരുടെ ഹൃദയത്തിൽ തുടരും. ഇതൊരു കഥയാണ്, തീർന്നിട്ടില്ല. ആഗോളതലത്തിൽ ലൂണയുടെ മികവ് മലയാള ഫുട്ബോൾ ആരാധകരുടെ ഹൃദയങ്ങളിൽ എന്നും തന്നെ നിലനിൽക്കും. ഉറുഗ്വേയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ലൂണയുടെ യാത്ര ഓരോ ഫുട്ബോൾ കളിക്കാരനും പ്രചോദനമായിരിക്കും. ഈ ജനപ്രതി നേടിയ താരത്തിന്റെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, അനുകാലികം അദ്ദേഹത്തിന്റെ കളിയുടെ തുടർച്ചയും മലയാളി ഫുട്ബോൾ ലോകത്തോടുള്ള സ്നേഹവും ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആഗോള താരമായി മാറിയ ലൂണയുടെ കഥ നിങ്ങളെ പ്രചോദിപ്പിക്കാൻ കഴിയട്ടെ.